നമസ്കാരം. ഇന്നലെ കാശ്മീരിൽ അതിദാരുണമായിട്ടുള്ള ഭീകര ആക്രമണം നടന്നിരിക്കുകയാണ്. 30ഓളം വരുന്ന വിനോദ സഞ്ചാരികൾ കാശ്മീരി ഭീകരവാദികളുടെ വെടിയേറ്റ് മരിച്ചിരിക്കുന്ന ഒരു ദാരുണമായ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ഇതേ വർഷം ഇതേ സ്ഥലത്ത് യാത്ര ചെയ്ത ഒരു അനുഭവവും അതിൻ്റെ ദൃശ്യങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കാശ്മീർ യാത്ര എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവമാണ്. ദൃശ്യ ഭംഗിയുടെ മകുട ഉദാഹരണമാണ് കാശ്മീരിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ടൂറിസ്റ്റുകൾ ശ്രീനഗരും അതിനുശേഷം 100-150 കിലോമീറ്റർ യാത്ര ചെയ്ത് 5-6 ഡെസ്റ്റിനേഷനുകളാണ് ചൂസ് ചെയ്യുന്നത്. അതിൽ സോനാമാർഗ്, ഗുൽമാർഗ്, അതുപോലെ പഹൽഗാം എല്ലാം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അവിടെ ചെല്ലുവാൻ ഇടയായപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യാതൊരു രീതിയിലുമുള്ള ഒരു ഫോഴ്സിന്റെ സപ്പോർട്ട്, സ്റ്റേറ്റ് പോലീസ് ആണെങ്കിലും അല്ലെങ്കിൽ മിലിറ്ററി പാരാമിലിറ്ററി ഫോഴ്സുകളാണെങ്കിലും അങ്ങനെ ഒരു സപ്പോർട്ട് ടൂറിസ്റ്റുകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഈ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നിയന്ത്രിക്കുന്നത് കുറെ ടാക്സി ഡ്രൈവേഴ്സും ട്രാവൽ ഏജൻസുമാണ്. ഈ ഓരോ പോയിന്റുകളിലും 100 കണക്കിന് ടാക്സി വാഹനങ്ങളാണ് ഈ ടൂറിസ്റ്റുകളെ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇവരെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് വളരെയധികം ബാർഗെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു മിനിമം പ്രൈസിന് നമുക്ക് പോകുന്നതിനുള്ള സാഹചര്യം ലഭ്യമാകുകയുള്ളൂ. അപ്പോൾ ഈ ടൂറിസ്റ്റ് ടാക്സി ഓപ്പറേറ്റേഴ്സും ഡ്രൈവേഴ്സുമായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചില പോലീസ് വാഹനങ്ങൾ ഇടയ്ക്ക് കടന്നു വരികയും അവരെ അടുത്തുനിന്ന് പണം വാങ്ങി പോകുന്നതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ, അതിന് ഉള്ള ഒരു സൗകര്യം ഈ ടൂറിസം ഡെസ്റ്റിനേഷൻ സെന്ററുകളിൽ എന്നെ സംബന്ധിച്ച് ഒരു യാത്രികനായിരുന്ന് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ പഹൽഗാം എന്ന് പറയുന്ന പ്രദേശം ഇപ്പൊ നമ്മൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടുള്ള ഞാൻ ഉൾപ്പെടുന്ന സംഘത്തിന്റെ യാത്രയാണ്. കുതിരയിൽ മാത്രമേ ഒരു ട്രെക്കിംഗ് ഫീലോട് കൂടിയിട്ട് മാത്രമേ പഹൽഗാമിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. 100 കണക്കിന് കുതിരകൾ ഈ പഹൽഗാമിലേക്ക് പോകുന്നതിന് വേണ്ടി റെഡിയായി അതിൻ്റെ നയിക്കുന്ന ഡ്രൈവേഴ്സുമായി നിൽക്കുകയാണ്. അത് നമ്മൾ 1000 രൂപ പറയും, നമ്മൾ പേശി മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ഈ കുതിരകൾ പോകുന്ന വഴിച്ചാലുകളാണ്. ഒരു കല്ലിൽ നിന്ന് മറ്റൊരു കല്ലിലേക്ക് ചാടി ചെരിഞ്ഞ് നിവർന്ന് അതിദുർഘടമായിട്ടുള്ള ഒരു പാത എന്ന് തന്നെ പറയാം. അപ്പോൾ കുതിരപ്പുറത്തിരുന്നാണ് നമുക്ക് ഈ പഹൽഗാമിലേക്ക് പോകുവാൻ കഴിയുള്ളൂ. അപ്പൊ ദുർഘടമായ ഒരു യാത്ര, ഒരു 2-2.5 കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് യാത്ര ചെയ്ത് താഴ്വാരങ്ങളിലൂടെയും അല്ലെങ്കിൽ മൗണ്ടൻ എല്ലാം കവർ ചെയ്ത് നമ്മൾ അവിടെ എത്തിച്ചെല്ലുമ്പോൾ ഒരു മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെടുന്ന ഈ പഹൽഗാമിനെ. വളരെ മനോഹരമായ ഒരു പ്രദേശം, ഒരു വാലി പ്രദേശമാണ്. ഇങ്ങനെ ഒരു പ്രദേശം ലോകത്തിൽ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ റിസ്ക് എടുക്കുകയാണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു നയന മനോഹരതയും അനുഭവത്തിന്റെ ഒരു സാക്ഷ്യം, അല്ലെങ്കിൽ ആ ഒരു മനോഹരമായ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ ഈ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലം അത് അത്ര മനോഹരമാണ്. നിരവധിയായ ഹിന്ദി സിനിമകളിൽ ഗാന ചിത്രീകരണത്തിന്റെ വലിയ സീരീസ് നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പഹൽഗാം. അവിടെ തദ്ദേശീയരായിട്ടുള്ള കുറെ ആളുകൾ ടൂറിസ്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ട് കാശ്മീരി ഡ്രസ്സ് അണിഞ്ഞ് ഫോട്ടോഗ്രാഫ്സിനുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ അവർ വളർത്തുന്ന വളരെ മനോഹരമായിട്ടുള്ള ആട്, ചെമ്മരിയാട് കണക്കുള്ള മറ്റ് ആട്, അതുമൊത്ത് ഫോട്ടോഗ്രാഫ്സിനുള്ള സൗകര്യം, പിന്നെ ഒരു കേബിൾ കാർ സംവിധാനം, ഇങ്ങനെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കുറെ കാര്യങ്ങൾ കൂടി അവിടെയുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പഹൽഗാം എന്ന് പറയുന്നത്. അവിടെ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ ഈ ആധുനിക സംവിധാനങ്ങളെ കൂട്ടുപിടിച്ചുള്ള ഒരു സുരക്ഷിതത്വത്തിനുള്ള ഒരു സാഹചര്യങ്ങളോ ഒന്നും എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിനെ സംബന്ധിച്ച് അവിടെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. കുറെ കുതിര നയിക്കുന്ന ആളുകളും ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവേഴ്സും ഒക്കെയാണ് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കാശ്മീർ അല്ലെങ്കിൽ ശ്രീനഗർ, ജമ്മു ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഒരു ആംഡ് ഫോഴ്സിനെ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഡെസ്റ്റിനേഷൻ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഇവരുടെ സാന്നിധ്യം അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം വന്നാൽ ഒന്ന് കാണുന്നതിനും അവരെ ആവശ്യം പറയുന്നതിനും നിറവേറ്റി തരുന്നതിനുമുള്ള ഒരു സാഹചര്യം കാണുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ള
ഈ ക്രൂരമായിട്ടുള്ള ഭീകര ആക്രമണം. ജമ്മു കാശ്മീരിലെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ, ആ സാധ്യതകളെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഭീകരവാദികളുടെ ഒരു നടപടി എന്നുള്ളതിൽ ഉപരിയായിട്ട് ഒരു മതപരമായിട്ടുള്ള ഒരു അറ്റാക്ക് കൂടി ചില ആളുകളുടെ പേരൊക്കെ ചോദിച്ച് കൊലപ്പെടുത്തി എന്നുള്ള ആ ഒരു സംഭാഷണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വളരെ നീചമായിട്ടുള്ള ഒരു കൃത്യമായി പോയി. അപ്പം ഞങ്ങളുടെ യാത്രകളും ഈ പ്രദേശത്തും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള അവിടെ സ്പോട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ചില ഡിസ്ക്രിപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളും എല്ലാം നിങ്ങളുമായി ഈ തരുണത്തിൽ പങ്കുവയ്ക്കുകയാണ്. കാശ്മീരിലെ പഹൽഗാമിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് അറിയപ്പെടുന്ന ഒരു വാലി വ്യൂവിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് ചുറ്റുമുള്ള ദൃശ്യങ്ങൾ ഈ പഹൽഗാമിലെ വാലി വ്യൂവിന്റെ ദൃശ്യങ്ങളാണ്. ആക്ച്വലി സ്വിറ്റ്സർലൻഡിന്റെ അതേ പ്രതീതി ജനിപ്പിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഇത് മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. Actually, the beauty of India is in Kashmir. We can see all the places surrounding me. Very good place and very amazing, and so many tourists from India and abroad came here for seeing these all things. This is the major part and this is the essential part of our country. So our country is keeping this place very well, and for the budget money spending for keeping this place in India, I think this is a very good place for tourists, and this is the heaven in the world. So many people, especially so many foreign tourists, they came here and I talked to them. They all are very satisfied with this package and seeing these all things here. They all are very much loving this God's own place. Actually, the beauty of our land, our country is in Kashmir. We are from Kerala, but God's own country, many places, many good places are there. But I think this is the different type of climate and peculiar type of trees, mountains, everything etc. There are 6,000 feet height from the sea level. That is the peculiarity of this place.